നിയമസഭ ഒരിക്കൽ കൂടി പിണറായി വിജയൻ വി.ഡി. സതീശൻ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ പരസ്പരം വെച്ചുമാറിയാണ് നേതാക്കൾ ആദ്യ സഭാ സമ്മേളനത്തിന് എത്തിയത്. പ്രതിപക്ഷ നേതൃപദവിയിൽ നിന്ന് 102 സീറ്റുമായി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദവിയിലെത്തി. അടപടലം തോറ്റ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായും സഭയിൽ ഒതുക്കപ്പെട്ടു. ഈ വെച്ചുമാറൽ പക്ഷേ പിണറായി വിജയൻ ഉൾക്കൊണ്ടിട്ടില്ല. ഇന്നും മുഖ്യമന്ത്രിയാണ് താനെന്ന രീതിയിലാണ് പിണറായി വിജയന്റെ മട്ടും ഭാവവും. LDF കാലത്തെ ധനസ്ഥിതി സംബന്ധിച്ച് UDF സർക്കാർ ധവളപത്രം ഇറക്കുമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചത് രൂക്ഷമായിട്ടാണ്. ധവളപത്രം വരുമ്പോൾ നമുക്ക് കാണാമെന്നും ആ ഉമ്മാക്കി കാണിച്ച് വായടപ്പിക്കാൻ നോക്കണ്ടെന്നും പിണറായി ചൂടായിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. നിയമസഭയിൽ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കുമ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവ് പഴയ മുഖ്യമന്ത്രി കുപ്പായമിട്ടത്. അന്ന് പ്രതിപക്ഷത്തെ MLA-മാരെ വെള്ളം കുടിപ്പിച്ച പിണറായി വിജയൻ ഇന്ന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമ്പോൾ പക്ഷേ മറുവശത്ത് മുഖ്യമന്ത്രി പദവിയിൽ വി.ഡി. സതീശനുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി സതീശൻ തയ്യാറുണ്ടോ എന്ന് വിശദീകരിക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യകരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് അതീവ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും ഇനിയും ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യമാണ് ഇതിനിടയാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യുദ്ധത്തിന് മുമ്പ് എണ്ണയ്ക്ക് $70 വീപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ കുറവുണ്ടായിരുന്നില്ല. പഴയ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയാധികാരം നൽകിയത്. കോൺഗ്രസ് തുടങ്ങിയത് BJP ശക്തമായി തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ എണ്ണ കമ്പനികൾ 2 ലക്ഷം കോടി രൂപയുടെ ലാഭം കൊയ്തെടുത്തിട്ടുണ്ട്. വെനസ്വേലയിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. അമേരിക്കയ്ക്കും ട്രംപിനും ഇഷ്ടമല്ല എന്നതുകൊണ്ട് അത് നിർത്തിവെച്ചു. 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു റഷ്യയിലെ എണ്ണയ്ക്ക്. US താൽപ്പര്യത്തിന് വേണ്ടി ട്രംപ് കൽപ്പിച്ചപ്പോൾ NDA സർക്കാർ കീഴടങ്ങി. രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായി രൂക്ഷമായ വിലവർദ്ധനവുണ്ടായി. കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനത്തെ കുറ്റപ്പെടുത്താൻ തയ്യാറാകണം. എക്സൈസ് ഡ്യൂട്ടി വർധനവ് ഒഴിവാക്കണമെന്ന് സംസ്ഥാനത്ത് ആവശ്യപ്പെടാമല്ലോ. ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രം ഇന്ധനവില കൂട്ടുമ്പോഴെല്ലാം സംസ്ഥാനത്തിൻ്റെ മേൽ കെട്ടിവെക്കാനായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എടുത്തിരുന്ന നിലപാട്. സംസ്ഥാനം നികുതി കുറച്ചാൽ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ സാധാരണ നിലയിലുള്ള വിലവർധനവല്ല ഉണ്ടായിട്ടുള്ളത്. രൂക്ഷമായ പ്രതിസന്ധിയാണുള്ളതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഈ പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായി തന്നെയാണ് വി.ഡി. സതീശൻ മറുപടി പറഞ്ഞത്. എന്തുകൊണ്ട് ഇന്ധനവില പ്രതിസന്ധി ഉണ്ടാകുന്നുവെന്നത് അടക്കം വിശദമായി തന്നെ വി.ഡി. സതീശൻ പ്രതിപാദിക്കുന്നുണ്ട്. ധവളപത്രം ഇറക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ തൊട്ടടുത്ത നിമിഷം തന്നെ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ടാക്കി വെച്ചിട്ട് അധികാരം വിട്ട LDF സർക്കാർ ഇപ്പോൾ ധനസ്ഥിതി പുറത്തു അറിയുന്നതിനെ ഭയക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. സപ്ലൈകോയ്ക്കടക്കം കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, നശിപ്പിക്കാനുള്ളതിൻ്റെ പരമാവധി കഴിഞ്ഞ LDF സർക്കാർ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ കടം വീട്ടുക മാത്രമല്ല ലക്ഷ്യം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും അതിന് വിരളി പിടിച്ച് പാഞ്ഞിട്ട് കാര്യമില്ലെന്നും പറയുന്നുണ്ട് വി.ഡി. സതീശൻ. എന്തായാലും 16ാം നിയമസഭയിലും സതീശൻ പിണറായി പോരിന് മാറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. സ്ഥാനമാനങ്ങൾ മാറിയിട്ടുണ്ടാകും, പക്ഷേ ഏറ്റുമുട്ടൽ നിർബാധം തുടരുമെന്ന കാര്യത്തിൽ മാത്രം മാറ്റമുണ്ടാകില്ലെന്ന് കൂടി പറഞ്ഞു വയ്ക്കാം.